ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം എന്നത്. ആ നിസ്കാരത്തെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, എന്റെ നഫ്സിനോടും നിങ്ങളോടും നസീഹത്തായി പറയട്ടെ, നിസ്കാരത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബിനോട് നേരിട്ട് സംവദിക്കാൻ കിട്ടിയ അവസരം, ആ അവസരം മിഅ്റാജിലൂടെ സാധിച്ചപ്പോൾ മുഅ്മിനീങ്ങളായ നമുക്ക് മിഅ്റാജ് എന്ന നിലക്ക് ലഭിച്ച അവസരമാണ് നിസ്കാരം. അതിന് ആ അർത്ഥത്തിലാണ് കാണേണ്ടത്. സൃഷ്ടിച്ച നാഥനോടുള്ള നേരിട്ടുള്ള സംഭാഷണമായി, സംവേദനങ്ങളായി, നമ്മുടെ ആവശ്യങ്ങളുടെ സമർപ്പണങ്ങളായി, റബ്ബിലേക്ക് സ്നേഹത്തോടെയുള്ള ആത്മാവിന്റെ ചേർച്ചകളായി നിസ്കാരത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അതേ, ആലങ്കാരികമായല്ല, അർത്ഥവത്തായ നിലക്കാണ് അത് സംഭവിക്കേണ്ടത്. റബ്ബിന്റെ മുന്നിലാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വാചകം. റബ്ബിന്റെ മുന്നിലുള്ള വിനയത്തിന്റെ വാചകമാണത്. ഞാനൊന്നുമല്ല, ഞാൻ നിസ്സാരനാണ്, ഞാൻ വളരെ നിന്ദ്യനാണ്, വലുപ്പത്തരം പറയാൻ എനിക്ക് അവകാശമില്ല, എനിക്ക് ഒരു കിബറിന്റെ മനസ്സും ഉണ്ടായിക്കൂടാ. പിന്നെ വലിയവനാരാണ്, ഉന്നതനാരാണ്, ശ്രേഷ്ഠനാരാണ്, ഔന്നിത്യമുള്ളവനാരാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ ആവർത്തിച്ചുരുവിടുന്ന വാചകമാണത്. അത് വെറുതെ ഉരുവിടുന്നതല്ല, അത് മനസ്സിനോട് ചേർത്ത് വെച്ച് പറയേണ്ടതാണ്. റബ്ബിന്റെ മുന്നിലുള്ള സമർപ്പണത്തിന്റെ പ്രയോഗമാണ്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവനെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അടിമയാകുന്ന ഞാൻ ഒന്നിനുമല്ലാത്തവനാണ്, ദുർബലനാണ്, നിസ്സാരനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഈ ബോധത്തിലേക്ക് എന്റെ കൽബ് വരാൻ, നമ്മുടെ കൽബ് വരാനുള്ള വാചകമാണത്. അങ്ങനെ റബ്ബിന്റെ ഔന്നിത്യത്തെ വാഴ്ത്തിക്കൊണ്ട് ആരംഭിക്കുന്ന നിസ്കാരത്തിലേക്ക് നമ്മളൊന്ന് ഇടപെടുമ്പോൾ, ഓ സഹോദരാ, പെങ്ങളെ, മനസ്സെവിടെയോ ആയി നമ്മൾ അതിലേക്ക് പ്രവേശിച്ചുകൂടാ. നമുക്ക് സർവാദി അനുഗ്രഹങ്ങളും തരുന്ന സൃഷ്ടാവിന്റെ മുന്നിലേക്ക് സന്തോഷത്തോടെ നിൽക്കാൻ കിട്ടിയ അവസരമാണ്. അത് വല്ലാത്തൊരു സംതൃപ്തിയാണ്. ലോകത്ത് കഴിഞ്ഞുപോയതും ജീവിച്ചു കൊണ്ടിരിക്കുന്നതുമായ എത്രയോ വലിയ അധികാരികൾക്ക് ലഭിക്കാത്ത സൗഭാഗ്യമാണത്. അമേരിക്കയുടെ പ്രസിഡന്റിന്, ട്രംപിന് അത് ലഭിച്ചിട്ടില്ല. മനുഷ്യക്കുരിൽ നടത്തുന്ന അതേ ഇസ്രായേലിന്റെ നരാധമനായ പലസ്തീനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന നെതന്യാഹുവിന് അതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഞങ്ങളാണ് ലോകത്തെ വമ്പന്മാരെന്ന അഹങ്കാരത്തിന്റെ മനസ്സോടെ നിൽക്കുന്ന പലർക്കും അതിനവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്കോ അൽഹംദുലില്ലാഹ് വെള്ളവും വെളിച്ചവും അതേ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ സെക്കൻഡിലും ചെയ്തു തരുന്ന സൃഷ്ടാവിനോട് വിനയത്തോടെ സ്നേഹത്തോടെ മനസ്സ് വെച്ചുകൊണ്ട് നമുക്ക് അവന്റെ മുന്നിൽ നിൽക്കാൻ അവസരമുണ്ടല്ലോ. അതെത്ര സൗന്ദര്യമുള്ളതാണ്, അതെത്ര ശ്രേഷ്ഠമാണ്, അതെന്തൊരാനന്ദമാണ്.